ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് എന്നായിരുന്നു? ഏത് യാത്രയിൽ? ഉത്തരം 26/7/1971 അപ്പോളോ 15 യാത്രയിൽ. നാസയുടെ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. അണുസംയോജനത്തിന് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ചന്ദ്രനിലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഹീലിയം 3. 2008 ഒക്ടോബർ 22 PSLV C-11 വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 1. നാസ മൂണ്ട് അമേരിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം റാൽഫ് റെനെ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പദവിയിലെത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാളി തീർക്കാൻ കഴിയുമെന്ന് പറയുന്നത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കോബിൻ. ചാന്ദ്രപേടകത്തിൽ നിന്നും വേർപെട്ട MIP അല്ലെങ്കിൽ മൂൺ ഇമ്പാക്ട് പ്രോബ് എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് കുതിച്ചത്? ഉത്തരം മിനിറ്റിൽ 1.6 കിലോമീറ്റർ വേഗത്തിൽ. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ISRO ചെയർമാനായിരുന്ന G മാധവൻ നായർ. ഏത് പ്രദേശത്താണ് ധാരാളം ചിഹ്നഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം കെർട്ട്വുഡ് ഗ്യാപ്പ് എന്ന പ്രദേശത്ത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏതു രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്? ഉത്തരം ഹൈഡ്രോക്സിൽ രൂപത്തിൽ. എജൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഉപഗ്രഹമാണ്? ഉത്തരം മൈക്രോ സാറ്റലൈറ്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭാരം കുറഞ്ഞ ഉപഗ്രഹം. ചാന്ദ്ര ദൗത്യ പേടകം വിക്ഷേപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭാരം? ഉത്തരം 1380 കിലോഗ്രാം. ഹൈസിയുടെ പൂർണ്ണരൂപം? ഉത്തരം ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ ലോ എർത്ത് ഓർബിറ്റലിൽ എത്തിക്കാൻ സാധിച്ചിരുന്ന ഭാരം? ഉത്തരം ഏകദേശം 40 കിലോഗ്രാം ഭാരം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ഉപഗ്രഹം ഏതാണ്? ഉത്തരം എഡ്യൂസാറ്റ്. സ്പേസ് സ്യൂട്ടിന്റെ പ്രത്യേകത? ഉത്തരം 11.5 മണിക്കൂർ പുറത്തു നിന്നുള്ള ഒരു സഹായം കൂടാതെ കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. യാത്രികരുടെ രക്തസമ്മർദ്ദം, ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയവ ഭൂമിയിലെ നിരീക്ഷണ കേന്ദ്രത്തിലിരുന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. ചന്ദ്രന്റെ സ്വയം ഭ്രമണകാലം എത്രയാണ്? ഉത്തരം ഭൂമിയിലെ 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. സൂര്യന്റെ ഘടന? ഉത്തരം സൂര്യനിൽ 70% ഹൈഡ്രജനും 28% ഹീലിയവും 2% ഭാരമേറിയ മറ്റ് മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. സൂര്യനെ ഏതു തരത്തിലുള്ള നക്ഷത്രമായാണ് പറയുന്നത്? ഉത്തരം ഒരിടത്തരം മഞ്ഞ നക്ഷത്രമായി. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. യുറാനസ് ഗ്രഹം നീല കലർന്ന പച്ച നിറമായി കാണപ്പെടാൻ കാരണം എന്താണ്? ഉത്തരം മീഥേൻ വാതകം. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ പോളാർ ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം ഏകദേശം 3000 കിലോഗ്രാം. എജേൽ ഉപഗ്രഹത്തിന്റെ ഭാരം? ഉത്തരം 360 കിലോഗ്രാം.
ഓഷ്യൻ സാറ്റ് 1 ഉപഗ്രഹത്തിന്റെ സേവന കാലാവധി എത്രയാണ്? ഉത്തരം 10 വർഷം. ഒരു മാസം ഇടവിട്ടുണ്ടാകുന്ന ചാന്ദ്രകമ്പനങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? ഉത്തരം ഭൂമിയിൽ നിന്നുള്ള ടൈഡൽ ബലങ്ങൾ. ചൊവ്വയിലെ കൂറ്റൻ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നൽകിയിട്ടുള്ള പേരെന്ത്? ഉത്തരം ലാബിറന്തസ് നോക്ടേസ്. സ്വന്തം കാന്തിക മണ്ഡലമുള്ള ഉപഗ്രഹം? ഉത്തരം ഗാനിമേഡ്. ചന്ദ്രനും സൂര്യനുമെല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണെന്ന് സമർത്ഥിക്കാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണ്? ഉത്തരം ഗ്രീക്ക് ചിന്തകനായ അനക്സിഗൊരാസ്. റിഗോലിത് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പുറംതോടിനു മുകളിലായി ഒരു പുതപ്പ് പോലെയും ഇരുണ്ട ഗോലി പോലെയുമുള്ള പാറക്കഷ്ണങ്ങളുടെയും ഒരു ആവരണമുണ്ട്. ഇതാണ് റിഗോലിത്. രാകേഷ് ശർമ്മ ജനിച്ചത് എവിടെയാണ്? ഉത്തരം പഞ്ചാബിലെ പാട്യാലയിൽ. സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ ഡി. ആകാശ സഞ്ചാരത്തിനുള്ള ബലൂണുകളിൽ ഭാരം കുറഞ്ഞ ഹൈഡ്രജന് പകരം ഹൈഡ്രജനേക്കാൾ ഭാരം കൂടിയ ഹീലിയം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഉത്തരം ഹീലിയത്തിന് ഹൈഡ്രജനെ പോലെ ജ്വലന സ്വഭാവം ഇല്ല. ശൂന്യാകാശത്തിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പ്? ഉത്തരം ഹബിൾ ടെലസ്കോപ്പ്. സൂര്യശക്തിയെ അറിയിക്കാൻ റഷ്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ ഒന്നിന്റെ പേര്? ഉത്തരം പ്രോഗ്രനോസ് സ്പേസ് ക്രാഫ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാന നിരീക്ഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ജമ്മു കാശ്മീരിലെ ലഡാക്ക്. ഒരു ബഹിരാകാശ ദൗത്യത്തെ നിയന്ത്രിച്ച ലോകത്തിലെ ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം കേണൽ എലീൻ കോളിൻസ്. 2014 ഇന്ത്യയുടെ സുപ്രധാന സൗരയുദ്ധ ദൗത്യം? ഉത്തരം അസ്ട്രോസാറ്റ്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ചന്ദ്രനിൽ കാല് കുത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിൽ നിലകൊള്ളുന്ന ഏറ്റവും വലിയ ഗർത്തം? ഉത്തരം സൗത്ത് പോൾ 8 കൻ ബേസിൻ. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം സർ ഐസക് ന്യൂട്ടൺ. റേഡിയോ ടെലസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? ഉത്തരം കേൾ ജാൻസാക്കി. ഓസോൺ പാളിയുടെ നിറം? ഉത്തരം നീല. റോബോട്ടുകളെ കൂടി ഉൾപ്പെടുത്തി 2015 നടപ്പിലാക്കിയ ISRO ബഹിരാകാശ ദൗത്യം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 2. സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര്? ഉത്തരം ഫോട്ടോസ്ഫിയർ. കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം കിരീടം എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് കൊറോണയെ സൂര്യകിരീടം എന്ന് വിളിക്കുന്നു. സൂപ്പർനോവ എന്നാൽ എന്താണ്? ഉത്തരം സൂപ്പർനോവ ഭീമനായ ഒരു നക്ഷത്രമാണ്. അത് പൊട്ടിത്തെറിച്ചതിന് ശേഷം നക്ഷത്രം മരണമടയുന്നു. അതിലെ ഇന്ധനം ശൂന്യാകാശത്തിൽ പരന്നു കിടക്കും. പരന്നു കിടക്കുന്ന ഹൈഡ്രജൻ പടലത്തിൽ നിന്ന് പുതിയ നക്ഷത്രങ്ങൾ രൂപമെടുക്കുന്നു. സൂപ്പർനോവ ന്യൂട്രോൺ എന്ന ചെറിയ നക്ഷത്രമായി പരിണമിക്കുന്നു. ഓക്സിജന്റെ 3 ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം ഓസോൺ വാതകം.
വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? ഉത്തരം സെക്കൻഡിൽ 340 മീറ്റർ. ഇൻഫ്രാറെഡ് രശ്മികൾ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഹെർഷൻ. ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ച് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടൻ. ഭൂമിക്കും ചന്ദ്രനും ഗോളാകൃതിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം സെപ്റ്റംബർ 16. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് ചന്ദ്രനിൽ ആയിരിക്കുമ്പോൾ എത്ര കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും? ഉത്തരം 10 കിലോഗ്രാം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് ബഹിരാകാശത്തെത്തുവാൻ ഉപഗ്രഹങ്ങൾ ഏത് വേഗതയിൽ വിക്ഷേപിക്കണം? ഉത്തരം സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വേഗതയിൽ. വായുവിന്റെ ശുദ്ധത അളക്കാനുള്ള ഉപകരണം? ഉത്തരം ഇഡിയോമീറ്റർ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. ചന്ദ്രൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഉത്തരം ഭൂമി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം സെലനോളജി. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് കാണാൻ കഴിയുന്നത്? ഉത്തരം 59%. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കുറയുന്ന സ്ഥാനം? ഉത്തരം പെരിജി. ഭൂമിയിൽ ഇല്ലാത്തതും ചന്ദ്രനിൽ കണ്ടെത്തിയതുമായ രാസസംയുക്തം? ഉത്തരം ക്രീപ്പ്. ഏത് ആകാശഗോളത്തിലെ ഗർത്തങ്ങൾക്കാണ് ഭാരതീയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിട്ടുള്ളത്? ഉത്തരം ചന്ദ്രൻ. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനെ വലം വെച്ച ആദ്യ പേടകം? ഉത്തരം അപ്പോളോ 8. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ചാന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം? ഉത്തരം ചന്ദ്രവാഹനം. ചന്ദ്രഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. ഭൂമിക്കും ചന്ദ്രനും ഗോളാകൃതിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ആരംഭിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ ഗേറ്റ്വേ. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പേടകം? ഉത്തരം ലൂണ 2. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം? ഉത്തരം ലാഡി. അപ്പോളോ 6 വിക്ഷേപണങ്ങളിൽ നിന്നായി ചന്ദ്രനിൽ ഇറങ്ങിയ 12 പേരിൽ ഏറ്റവും അവസാനമായി കാലുകുത്തിയ വ്യക്തി? ഉത്തരം യൂജിൻ സെർനാൻ. അപ്പോളോ 17 എന്ന വാഹനത്തിൽ യാത്ര തിരിച്ച ഇദ്ദേഹം 1972 ഡിസംബറിലാണ് ചന്ദ്രനിലിറങ്ങിയത്. യൂജിൻ ആൻഡ്രോൺ സെർനാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അർമലോകോലൈറ്റ്, ട്രാൻക്യുലൈറ്റൈറ്റ്, പൈറോക്സ്ഫെറൈറ്റ് എന്നിവ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണ്ടെത്തിയ ധാതുക്കളാണ്. ഇവയിൽ ടൈറ്റാനിയം ധാരാളമായി അടങ്ങിയ അർമൽകൊലൈറ്റ് അഗ്നിപർവ്വതങ്ങളിലും ചിലയിനം പാറകളിലുമൊക്കെ കണ്ടെത്തുകയുണ്ടായി. അർമൽകൊലൈറ്റ് എന്ന പേരിന്റെ ഉത്ഭവം എന്താണ്? 1969 ചാന്ദ്ര ദൗത്യത്തിലെ അംഗങ്ങളുടെ പേരുകളിൽ നിന്നും കടമെടുത്താണ് ഈ പേര് രൂപീകരിച്ചത്.
ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ബഹിരാകാശ പേടകം? ഉത്തരം ചാങ് 3. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിരതാമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ജി മാധവൻ നായർ. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാളി തീർക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കൂബിൻ.